ഹലോ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറേക്ക് കണ്ടു. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലത് മാത്രം നടക്കും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാം നല്ലത് മാത്രമായിരിക്കും എന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോകാതിരുന്ന പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ, എനിക്കിനി 3 മാസം കഴിഞ്ഞ് വീണ്ടും CT സ്കാൻ ചെയ്യണം. എൻ്റെ ക്യാൻസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ക്യാൻസറിന്റെ ആ ഒരു ഇതെല്ലാം, ആ ഒരു ലിംഫ് നോഡ്സ് ഒക്കെ സ്റ്റേബിളാണ്. പ്രത്യേകിച്ച് അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. പിന്നത്തെ കാര്യം എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പം മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ലിംഫ് നോഡ്സ് ഉണ്ട്. ബൈലാറ്ററൽ സർവിക്കൽ, അതായത് നെക്ക് സൈഡ്, അതുപോലെ തന്നെ ബൈലാറ്ററൽ ഓക്സിലറി, അതായത് കക്ഷത്തിന്റെ ഒരു ഭാഗം, പിന്നെ എന്താണ് ഒരു ഗ്രോയിൻ എന്ന് പറഞ്ഞൊരു ഏരിയ, അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ താഴെ സൈഡിലായിട്ട് തടയിലോട്ട് കണക്ട് ആയിട്ടുള്ള ഒരു വെയിനാണ് ഗ്രോയിൻ. അതിന്റെ ഏരിയാസിലും ലിംഫ് നോഡ്സ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്നും നമുക്ക് ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നേ അല്ല. പിന്നെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഒരു സബ്-സെന്റിമീറ്റർ സൈസ് ആണ്. ഇത് എന്താണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിനടുത്ത് വെച്ച് എന്തെങ്കിലും മിനിമം സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ ടെസ്റ്റ് മുന്നോട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു മിനിമം 3 മാസം, നമ്മളിപ്പം ഇത് അറിഞ്ഞ ഉടനെ വെച്ച് 1 മാസം കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ഒരു 3 മാസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും CT സ്കാൻ ചെയ്യേണ്ടി വരും. ചെയ്ത് കൺഫേം ചെയ്യണം അത്. അപ്പം മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ലിംഫ് നോഡ്സ് ആണ്. അതാണൊരു എന്ത് വന്നാലും മുന്നോട്ട് പോസിറ്റീവായിട്ട് പോവുക, അത്ര തന്നെ. വേറെ എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല. ജോബിന് പോകണം അടുത്ത ആഴ്ച മുതൽ. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് കേൾക്കണം. ചില ആൾക്കാരുണ്ട് വീഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പിന്നെയും പേഴ്സണലി എന്തായി എനിക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. വീണ്ടും എന്തായി എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയും. പിന്നെ വെറുതെ എന്തായി, അതെന്തായി, ഇതെന്തായി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്തും ഒഴിവാക്കണം. എനിക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം. നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചോ, കമന്റ്സിനകത്ത് എനിക്ക് കമന്റ്സ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കമന്റ്സിൽ നിങ്ങൾ സുഖമാണോ എന്ന് എന്ത് കാര്യം ചോദിച്ചോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി വന്നിട്ട് എന്തായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ ശ്രമിക്കാം. അപ്പം റിപ്പോർട്ടിങ്ങിനൊക്കെയാണ്. എന്തായാലും മുന്നോട്ട് കാണാം. ഓക്കെ, താങ്ക് യു.